ഹലോ കൂട്ടുകാരെ, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനും ആ ഡോറയും കൂടി ആണെങ്കിൽ നമ്മുടെ പർച്ചേസിങ്ങിന് ഇറങ്ങിയൊക്കെയാണ്. ഈ മാസത്തിലുള്ള പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സാധനങ്ങൾ ഇങ്ങനെയൊന്നും പോയി വാങ്ങിച്ച് വെക്കാറില്ല. അപ്പോൾ ഉള്ള ആ സാധനങ്ങൾ അന്നേരം ഞാൻ പോയി മേടിച്ച് വയ്ക്കാറാണ് ഉള്ളത്. ഇപ്പം ഡോറയ്ക്ക് ഇച്ചിരി വേദന കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ടും ഇന്ന് ഈ മാസം നമുക്ക് ഇച്ചിരി സാധനം കൂടുതൽ മേടിക്കണം എന്നുള്ളത് കൊണ്ട് ഞാനും ഡോറയും കൂടി ഇറങ്ങി. ഞങ്ങൾ എന്തായാലും എപ്പം ഞങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴെല്ലാം മഴയാണ്. നമ്മളകത്ത് സാധനം മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്താണെങ്കിൽ ചാറ്റലുണ്ടെങ്കിലും ഞങ്ങളാണെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡോറ കുറേ നാളുകൾക്ക് ശേഷം കടയിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഡോറയ്ക്ക് എന്ത് സാധനം എടുക്കണം, എവിടെ പോകണം, എങ്ങനെ എടുക്കണം എന്നൊന്നും അറിയാൻ പാടില്ല. ഇങ്ങനെ നട്ടം തിരിഞ്ഞ് നിൽക്കുകയാണ്. എന്ത് ചെയ്യാനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് എല്ലാ സാധനവും ഇങ്ങനെ വാരി വലിച്ചിടാത്തത്. അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ഒരു നിമിഷം കൊണ്ട് മൊത്തം അവളാണെങ്കിൽ ഫില്ലാക്കിയാണ്. എന്തോ ഭാഗ്യം കൊണ്ട് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എടുപ്പിച്ചോളൂ. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും എടുപ്പിച്ചില്ല. അതുകൊണ്ടാണെങ്കിൽ കയ്യിലിരിക്കുന്ന പൈസ അങ്ങനെ ചിലവാകാതെ എന്തായാലും കയ്യിൽ പിടിച്ചു വയ്ക്കാൻ പറ്റി. അവൾക്ക് എപ്പോഴും ആണെങ്കിൽ കുറച്ച് കടുക്, പയറ്, പരിപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണം. പിന്നെ സോയാബീന്, കടല ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അവൾക്ക് കൂടുതലായിട്ടും വേണ്ടത്. അതിനുള്ള സാധനങ്ങളാണ് അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ നേരെ വരുന്നേ പറഞ്ഞില്ലേ, ഏതാണ്ട് ഇപ്പം ഭാര്യയിടും ചെറുപയർ, പയറ്, കടല ഇങ്ങനെ ഓരോന്നായിട്ട് ഇപ്പോൾ ഡോറ ഇങ്ങനെ വാരിയിടും. കണ്ടില്ലേ, എൻ്റെ ബാസ്ക്കറ്റ് നിറഞ്ഞ് അതിനകത്ത് ബ്രഷ്, പേസ്റ്റ്, സകല സാധനങ്ങളും ഉണ്ട്. അവിടുന്ന് നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഓടി ചെല്ലുന്ന ഡോറ എനിക്കാണെങ്കിൽ പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട്. ഈ പോപ്കോണിൻ്റെ ക്ലൈമാക്സ് നമ്മൾ ലാസ്റ്റ് ആണെങ്കിൽ ഈ സാധനങ്ങളെല്ലാം കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അതിൽ ഈ പോപ്കോണിൻ്റെ ക്ലൈമാക്സ് എന്തായാലും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതിനകത്തുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത്രയും നേരം പോയി നിന്ന് വായിച്ച് നോക്കി എടുക്കുന്ന വ്യക്തി അവസാനമാണെങ്കിൽ അമ്മിളി പറ്റി ഇങ്ങനെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന ഒരെണ്ണം ഉണ്ട്. അപ്പം അവിടുന്ന് നമ്മൾ നേരെ വന്ന് നമ്മുടെ ഡോറയ്ക്ക് ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഡോറയുടെ കൈ ഇങ്ങനെ അവിടെ ഒരു കൈ നിവരത്തില്ലല്ലോ, അപ്പോൾ അവിടുന്ന് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പുറത്തെ കൈ ആണെങ്കിൽ എടുക്കുകയാണ്. അവൾക്ക് യൂറിക് ആസിഡ്, ESR, RA ഫാക്ടർ അങ്ങനെ എല്ലാം ചെക്ക് ചെയ്യണം. പിന്നെ ഷുഗർ. അപ്പം നമ്മുടെ സ്വന്തം മേഡം വന്ന് ഷെറിൻ മേഡം ബ്ലഡ് എടുക്കുകയാണ്. കാരണം ഷെറിൻ മേഡം എടുത്താലേ ഡോറയ്ക്കാണെങ്കിൽ ബ്ലഡ് സത്യം പറഞ്ഞാൽ കിട്ടത്തോളൂ. അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡ് സാധാരണ കിട്ടാറില്ല, ഞരമ്പ് കിട്ടത്തില്ല ഡോറയ്ക്ക്. അതാണ് ഡോറയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഷെറിൻ മേഡം ഉണ്ടെങ്കിൽ മാത്രമേ ഡോറയ്ക്കാണെങ്കിൽ ബ്ലഡ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പെയിനുമായിരിക്കും. 5-6 തവണ കുത്തേണ്ടി വരും. പിന്നെ ആണെങ്കിൽ ബ്ലഡ് കിട്ടില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ബ്ലഡ് കിട്ടത്തില്ല. എന്തായാലും ഷെറിൻ മേഡം ആണെങ്കിൽ വന്ന് കുത്തി ഒറ്റ കുത്തിന് എന്തായാലും ഷെറിൻ മേഡത്തിന് തന്നെ ബ്ലഡ് എടുക്കാനും പറ്റിയിട്ടുണ്ട്. എന്തായാലും ഒറ്റ കുത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ സ്വന്തം മേഡമാണ് കേട്ടോ. നമ്മുടെ എന്ത് ആവശ്യത്തിന് നമുക്ക് വിളിച്ചാലും നമ്മൾ അങ്ങോട്ട് ഓടിച്ചെന്നാലൊക്കെ നമ്മളെ ഹെൽപ്പായിട്ട് നിൽക്കുന്ന നല്ലൊരു മേഡമാണ്. നമ്മുടെ ഗബ്രൂട്ടനാണെങ്കിൽ പൊള്ളൽ പറ്റിയ സമയത്ത്, നമ്മളിത് ഹോസ്പിറ്റലിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ, പക്ഷേ എങ്കിലും ശരി തന്നെ നമുക്ക് ഗബ്രൂട്ടന് പൊള്ളൽ പറ്റിയ സമയത്തും അതുപോലെ തന്നെ മോനി ഫിറ്റ്സ് വന്നിട്ട് ഭയങ്കര കൂടുതലായിരുന്നു. നമ്മളിവിടെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുന്ന സമയത്ത് അവരവരുടെ മാക്സിമം അവരാണെങ്കിൽ നോക്കിയിട്ടാണ് കുഞ്ഞിനെ നേരെയാക്കി എടുത്ത് അവിടുന്ന് തരുമ്പം തന്നെ കുഞ്ഞ് ഏകദേശം ഓക്കെ ആയി. പിന്നെ അവിടെ പീഡിയാട്രീഷ്യൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളാണെങ്കിൽ പത്മാവതിയിലേക്ക് വിട്ടു. നമ്മൾ ഇപ്പോഴത്തെ അസ്റ്റർ അവിടെ പോയി നമ്മൾ അങ്ങനെ കാണിച്ചു. അപ്പം കണ്ടില്ലേ, ഒരു സിറിഞ്ച് ഫുൾ എന്തായാലും ബ്ലഡ് എടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും ചെക്ക് ചെയ്യണ്ടേ. ഷുഗർ ചെക്ക് ചെയ്യണം, ESR ചെക്ക് ചെയ്യണം, പിന്നെ ആണെങ്കിൽ RA ഫാക്ടർ ചെക്ക് ചെയ്യണം, യൂറിക് ആസിഡ് ചെക്ക് ചെയ്യണം. കാരണം എപ്പോഴും ഇങ്ങനെ വേദനയും കാര്യങ്ങളല്ലേ. അതുകൊണ്ട് അതിന് ശേഷം മേഡാണെങ്കിൽ മാസ്ക് മാറ്റിയപ്പോൾ ഡോറ ഇങ്ങനെ പറയുകയാണ് മേഡത്തിൻ്റെ സംസാരം എടുക്കാൻ. മേഡാണെങ്കിൽ ഭയങ്കര മേഡത്തിന് പക്ഷെ ഭയങ്കര നാണക്കേടാണ്. അതുകൊണ്ട് മേഡം പറയും എനിക്കൊന്നും പറയില്ല, ഡോറയാണെങ്കിൽ നന്നായി വന്നാൽ. അപ്പം നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2000 രൂപയുടെ വീട്ടു സാധനങ്ങൾ മേടിച്ചു. കാരണം നമ്മുടെ ഗ്യാസ് നമ്മൾ എടുത്തു കിട്ടോ. അപ്പം നമ്മുടെ വീട്ടു സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ യൂട്യൂബ് വരുമാനം കിട്ടിക്കഴിയുമ്പം നമ്മൾ ആദ്യം വീട്ടിലോട്ടുള്ള സാധനങ്ങൾ മേടിക്കണമല്ലോ, അത് പതിവാണല്ലോ. അങ്ങനെ ഞങ്ങളെപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ മേടിച്ചെന്ന് കാണാം. ഞങ്ങളെ മേടിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മഴതാണ്ടേ കണ്ടാ നനഞ്ഞിരിക്കുന്നത് കണ്ട. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കയറി നിന്നു. അപ്പം നമുക്ക് എന്തൊക്കെയാന്ന് കണ്ടാലോ. നമ്മുടെ ഗബ്രൂട്ടനാണെങ്കിൽ ഗബ്രൂട്ടനെ വാങ്ങിച്ച ബ്രഷും എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. കാണിച്ചു കൊടുക്ക, എല്ലാരും കാണിച്ചു കൊടുക്ക. അത് കാണിച്ചേ, ഇതും കാണിച്ചു കൊടുക്ക. അതിങ്ങനെ തിരിച്ചു പിടിക്കും. ഇഷ്ടപ്പെട്ടാ സൂപ്പറാന്ന് കാണിച്ചേ. കയ്യിൽ സാധനം ഇരിക്കുക ഇങ്ങനെ കാണിക്കും കേട്ടോ. കണ്ടു ഇനി അടുത്ത് കാണിക്ക. അത് മാറ്റി വെച്ചാൽ കൊച്ചിന്റെ കൈ കൊടുക്കണ്ട. ഇത് നമ്മളെ ലിക്വിഡ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്കിത് തോന്നുന്നുണ്ട്. പിന്നെ ഇവളെപ്പോഴും പറയാറുണ്ട് ഇവക്ക് പായസം വേണമെന്ന്. അതുകൊണ്ട് നമ്മൾ പായസത്തിനിടാനും പറ്റും ഇതും കൂടെ മേടിച്ചിട്ടുണ്ട്.
പിന്നെ ഇതെന്ത് വെച്ചാ തുണി കഴുകുന്ന സോപ്പ്. തുണി കഴുകുന്ന സോപ്പ്. നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളിലൊന്ന്. കല്ലേ കഴുകുന്നതും ഉണ്ടല്ലോ മെഷീനിലല്ലാതെ. പിന്നെ നമ്മൾ അതിലും അർജന്റായിട്ട് ഇവിടെ എപ്പോഴും തീർന്നു പോകുന്നത് പെട്ടെന്ന് തീരുന്ന സാധനം അതെന്നാന്നറിയാം, ഇതിനകത്ത് അധികം ഇല്ല. പണ്ടൊക്കെ ഇതിനകത്തേ നല്ല വലിപ്പത്തിലായിരുന്നു കേട്ടാ. ഇപ്പൊ ഇതിനകത്ത് വലിപ്പം ഇല്ല. 2-3 തവണ ഉപയോഗിക്കുമ്പോ അങ്ങ് തീരുന്നുണ്ട്. പിന്നെ വിനാഗിരി, ഇത് നമ്മൾ ചിക്കന് കറിക്കും കഴുകാനും പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പഠിക്കുന്നു. പിന്നെ ഇത് പാത്രം കഴുകുന്നല്ലോ. ഇത് അത് തുണി കഴുകുന്ന പാത്രം കഴുകുന്നതായിരിക്കുന്നു. പാത്രം കഴുകുന്നത് ഇത് 5 രൂപയുടെയാണ്. അത് സോപ്പ്. പിന്നെ എന്തുവാ, എണ്ണയാണത്. അത് എണ്ണ. അടുത്തോട് കാണിക്കുന്നാണ്ട, ഇത് കണക്ക്. അത് പാം ഓയിലും എണ്ണയാണ്. ഇത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ. മറ്റേത് വറുക്കാനും അങ്ങനെയൊക്കെ ഉള്ളത്. ഇതങ്ങ് വെക്ക്, അങ്ങോട്ട് വെക്കിച്ച്. ജബ്രൂട്ടൻ ആ സോപ്പൊന്നും എടുത്ത് കടിക്കല്ലേ. ജബ്രൂട്ടൻ പതുക്കെ നൈസായിട്ട് വന്നിട്ട് പണിയാ. മറ്റേ കുളിക്കാൻ സോപ്പിന്റെ കവർ തുറക്കുക. അതിന് വലിയപ്പോൾ അഴിക്കണം. അതെ, വലിയപ്പോൾ അഴിച്ചതാ. ചാക്ക് പൊട്ടിച്ചിട്ടുണ്ട്. അതെ, നല്ലൊരു ചാക്കല്ലേ. നമുക്കിനി റേഷൻ മേടിക്കാൻ വേണ്ടി എടുക്കാം. ആദ്യമേ തന്നെ എന്റെ ബ്രെഡ് ഇവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ. ഫാമിലി ബ്രെഡ് എന്നുണ്ട് അതിനകത്ത്. എന്റെ ബ്രെഡ്. ഇത് ഡയറ്റ് ബ്രെഡ്. ഇതാ അത് 2 ഡയറ്റ് ബ്രെഡാ. ഇത് എനിക്ക് പിന്നെ അത് അവളുടെ ഇത് വിഷം വാങ്ങിച്ച് കഴിക്കുന്നു. അല്ല, എനിക്കിത് ഞാൻ അങ്ങനെ കഴിക്കാറില്ല. വല്ലപ്പോഴും ഇപ്പൊ പണ്ടൊരു തവണ കഴിച്ചിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് കേട്ടാ. ഇത് ശരിക്കും ഇത് എനിക്ക് പോപ്കോൺ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഇത് പക്ഷെ കുർക്കുറയാന്നല്ലോ ഇച്ചായ. നീയല്ലേ എടുത്തത്, ഞങ്ങളല്ലല്ലോ. ഇയാള് പോയി നിന്ന് ഇത്രയും മണിക്കൂർ നോക്കി എടുത്തത് എന്തോ. അപ്പോ ഞാനേ മറ്റേ പോപ്കോൺ പൊള്ളിച്ച എനിക്കറിയില്ല. ഇയാളല്ലേ നോക്കിയെടുത്തത്. അതങ്ങ് നിന്ന് നോക്കി അങ്ങ് എടുക്കുമായിരുന്നു. പോപ്കോൺ ആണ് ഇന്നാളൊരു കവറിൽ അമ്മ മേടിച്ചു തന്നായിരുന്നു. പിന്നെ ചിക്കൻ മസാല നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമാണ്. ഉള്ളിക്കറി ആണേലും ചിക്കൻ കറിയൊക്കെ വെക്കാനായിട്ട്. പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പും സാമ്പാറും പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ സോയാബോൾ. ഇവിടെ ഒരാൾ സോയാബോൾ ഫ്രൈഡ് അഡിക്റ്റ് ഉണ്ട്. പിന്നെ മസാലക്കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്തുവാ ഇത് അത് സൂചി ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയും. അത് 2 സോപ്പ് പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ. കവറിനകത്ത് ഇട് പൊന്നെ, അതിനകത്ത് എടുത്തിട്. കാണിച്ചു കൊടുത്ത എല്ലാരെയും. ഇത് കല്ലുപ്പാണേ. ഇത് മീൻ കഴുകാനൊക്കെ. അയ്യോ, ഇത് പൊട്ടിയിരിക്കുന്നു ചായ. അവന്മാര് ചുമ്മാ അല്ലാതെ കവറിലിട്ടത്. അവന്മാര് കവറിട്ടതാ. അവിടെ ഇച്ചിരി കിടക്കുന്നുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചായിരുന്നു അന്നേരം. നീ എന്തിനാ ഉപ്പെടുത്ത് വാലിട്ടത്? അങ്ങനെ കൊടുക്കില്ല. ഇപ്പഴേ കൊടുക്കില്ല ഉപ്പൊന്നും അങ്ങനെ കുഞ്ഞിന്. അങ്ങനെ കൊടുത്തില്ല. പിന്നെ ഗ്രീൻ ബീൻസ്. ഇത് ചെറുജീരകം. ഇച്ചിരി വെള്ളം കൊടുത്ത കുഞ്ഞിന്. ഉപ്പ് അങ്ങനെ വായി കൊടുത്ത എന്തിനാ? ഉപ്പ് എൻ്റെ കയ്യാ കൊടുത്തത്. ഉപ്പ് ഞാൻ തിന്നു. ഇത് ഗപ്രൂട്ടിന് വേണ്ടിയിട്ടുള്ള, നമ്മൾ ഗപ്രൂട്ടിന് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഇത് പൊടിച്ചു കൊടുക്കുന്നത് പനങ്ങൾക്കണ്ടം. പിന്നെ ഇത് അരിയുപ്പല്ല, പൊടിയുപ്പ്. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഇത് പൊടിയുപ്പ്. ഇത് നമുക്ക് എപ്പോഴും വേണ്ട സാധനമാണേ. ഇവിടെ ചോറിനകത്തൊക്കെ ഉപ്പിട്ടിട്ടാട്ടോ വേവിക്കുന്നത്. അതുകൊണ്ട് ഈ ഉപ്പ് ഒരുപാട് ആവശ്യമുണ്ട് ഇവിടെ. പിന്നെ ഇത് നമ്മുടെ സ്വന്തം ഷുഗർ. നിങ്ങളുടെ സ്വന്തം, എൻ്റെ അല്ല. ഇച്ചായ ഷുഗർ കട്ടാ വീട്ടിലിരിക്കും മാത്രം. പുറത്തു പോകുമ്പോൾ ഐസ്ക്രീം ഒക്കെ കഴിക്കും. ഐസ്ക്രീം മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ? ഷുഗർ അത് എപ്പോഴാ കഴിക്കുന്നത്? മാസത്തിൽ 1-2 മതിയല്ലോ. പിന്നെ എൻ്റെ സ്വന്തം പുളി ഗപ്പൂട്ടെല്ലാം താഴിട്ട്. ഇത് എന്തുവാ, രസത്തിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും വേണ്ടതാ ഇവിടെ. പിന്നെ ഏലക്ക. ഇത് ഞാൻ ഇച്ചിരി ചായപ്പൊടിക്കകത്ത് പൊടിച്ചിടും. ചായയൊക്കെ ഇടുമ്പോൾ ഇച്ചിരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ചുരുക്കി പറഞ്ഞാൽ യൂട്യൂബിലെ പൈസ മൊത്തം പൊളിച്ച്
എല്ലാവർക്കും കൂടെ ആവശ്യമുള്ള സാധനം മേടിച്ചത്, ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നില്ലല്ലോ. ഞാൻ പോയെങ്കിൽ ഇത്ര സാധനം മേടിക്കത്തില്ലായിരുന്നു. കടല മേടിച്ച് എത്ര മാസങ്ങൾക്ക് ശേഷമാണെന്നറിയാം ഇത്രയും സാധനങ്ങൾ രാവിലെ എപ്പോഴും കാപ്പിക്ക് വേണമല്ലോ, അപ്പൊ ചായപ്പൊടിയും അല്ല കടലയും ചായപ്പൊടിയും. ഇവിടെ സാധാരണ ഞങ്ങൾ 500 രൂപയ്ക്ക് അല്ലെങ്കിൽ 1000 രൂപയ്ക്കകത്തുള്ള സാധനമാണ്. പിന്നെ പയറ്, കാരണം ഈ സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കറി ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ചെറുക്കൻ എന്ത് ചെയ്യുന്നത്? ചെറുക്കനാണെങ്കിൽ സോപ്പെല്ലാം എടുത്ത് താഴെ വെച്ച് അടുക്കി വെക്കുന്നു. പിന്നെ ഇത് ഒരു ചെറിയൊരു കവർ, അയ്യോ ഏലക്കയും കൂടി ഉണ്ട്, ഇങ്ങോട്ട് വയ്ക്കാം. പിന്നെ ചെറുപയറും ഇവിടെ എല്ലാവർക്കും ഇവക്കാണെങ്കിലും പുഴുങ്ങിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കറിയാണേലും പുഴുങ്ങുന്ന ഗബ്രൂട്ടും എനിക്കിഷ്ടം കേട്ടോ തേങ്ങ. അപ്പോൾ അതോടുകൂടി തീർന്നിട്ടില്ല കടുക്, ചിക്കൻ മസാല ഒന്നും കൊടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഈ മാസത്തെ ഇച്ചാനെ ഞാൻ മുടിപ്പിച്ചിട്ടുണ്ട്. വീട്ടു സാധനങ്ങൾ മേടിച്ച് ഇച്ച പറഞ്ഞു ഇനി നീ വരണ്ട, ഞാൻ പോയി കഴിഞ്ഞാൽ കൂടിപ്പോയ 1000 രൂപ, അതിനപ്പുറം ഞാൻ പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ മേടിക്കൂല. പിന്നെ എന്തെങ്കിലും തീരുവാണെങ്കിൽ ഇടയ്ക്ക് കാണാൻ പോയി എന്തെങ്കിലും മേടിക്കും എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങനെ മേടിക്കാറില്ല. ഇവിടെ കൊണ്ട് എപ്പോൾ പോയാലും പണ്ടും അങ്ങനെ തന്നെയാണ്. പണ്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇയാൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇച്ചായ അത് എടുക്കട്ടെ, ഇച്ചായ ഇത്, പണ്ട് ഇയാൾക്ക് പാത്രം വാങ്ങിക്കലായിരുന്നു ഹരം. ഓച്ചറെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചാക്ക് പാത്രം കൊണ്ടേ ഓച്ചറന്ന് ഇറങ്ങത്തോളായിരുന്നു. അത് നമ്മളെ വീട് വാടകയ്ക്ക് മാറിയ സമയത്തായിരുന്നു. അപ്പം നമുക്ക് അധികം പാത്രങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പം ഇത്ര വർഷം കഴിയുമ്പോൾ പാത്രങ്ങളെല്ലാം ഉണ്ട്. അപ്പം വീട്ടു സാധനങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല. എന്തെങ്കിലും പച്ചക്കറി കാര്യങ്ങൾ ഇല്ലാതെ വന്നാൽ കാപ്പിക്കായാലും ചോറിനാണേലും എല്ലാവർക്കും ഇവിടെ നല്ല രീതിയിൽ ചാറൊഴിച്ച് കറികൾ വേണം. അപ്പോൾ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. ഒന്നും ഇല്ലാതിരിക്കുന്ന എനിക്ക് എന്തോ പോലെയാണ്, ഒന്നും കറിയൊന്നും ഇല്ലാതിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് മേടിച്ച് വെച്ചാൽ അല്ല മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അങ്ങനെയല്ല, പൈസ ഉള്ളപ്പോഴല്ലേ നമുക്ക് മേടിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്തപ്പം നമ്മൾ ഇല്ലാത്ത പോലെ കഴിയണം, ഉള്ളപ്പം നമ്മൾ മേടിച്ച് സേവ് ചെയ്ത് വെക്കണം. അപ്പം രാത്രി ആയിട്ടുണ്ട്, ഇനി ഫുഡ് കഴിക്കണം, തൊട്ടിട്ട് നോക്കണം. ഹായ് പറ എല്ലാവർക്കും, സോപ്പ് കാണിച്ചു കൊടുത്തേ എല്ലാവർക്കും. കടിക്കല്ലേ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു പർച്ചേസിങ് വീഡിയോ, ഷോപ്പിംഗ് വീഡിയോ എന്നൊക്കെ പറയാം. ഞാൻ അങ്ങനെ ഇന്നാളും പോയപ്പോൾ അധികം വീഡിയോ എടുക്കാനും കാണാനൊന്നും പറ്റിയില്ല. കാരണം അന്ന് നമ്മൾ ഇത്ര സാധനങ്ങളൊന്നും മേടിച്ചില്ല, അന്ന് നമ്മൾ ഇത്ര പൈസ ഒന്നുമില്ലായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അയ്യോ കറണ്ട് പോയി. അയ്യോ കപ്പൂട്ടൻ എന്ത് കപ്പൂട്ടൻ ഒരു ഹായ് പറഞ്ഞേ, ഒരു അവ കൊടുത്തേരെ. അപ്പം കറണ്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തോടുകൂടി നിർത്താം. കറണ്ട് വന്നു കഴിയും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. സോപ്പ് വെച്ച് കേട്ടിട്ട് ബൈ പറഞ്ഞു. എല്ലാവർക്കും ആരും അവ കൊടുത്തേരെ, അവ കൊടുക്കാം, അവ കൊടുത്തേ. എനിക്കിപ്പോ സൗകര്യമില്ല, അവ കൊടുക്ക. അവ ഇല്ല, കയ്യില് 2 കയ്യില് സാധനങ്ങൾ ഇരിക്കുന്നുണ്ടാ. അപ്പൊ കാണാവേ, ബൈ.